പ്രിയപ്പെട്ട ക്ഷണിതാക്കളെ, ബഹുമാന്യരായ വ്യക്തികളെ, എക്കോ സുഹൃത്തുക്കളെ, നമ്മുടെ എക്കോ ഡിസ്കഷൻ ഫോറത്തിന്റെ ഈ വർഷത്തെ ആദ്യത്തെ ഡിസ്കഷൻ ഇന്നിവിടെ നടക്കുകയാണ്. നമുക്കിന്നിവിടെ വളരെ പ്രധാനപ്പെട്ട രണ്ട് വിശിഷ്ട വ്യക്തികൾ നമ്മോടൊപ്പമുണ്ട്. ഇന്നത്തെ നമ്മുടെ ഡിസ്കഷനെ തീർച്ചയായും സഹായിക്കുന്ന, അതിൽ വളരെയേറെ അറിവും പരിജ്ഞാനവും ഉള്ള രണ്ട് വ്യക്തികളാണ്. ഒന്ന്, ബിഷപ്പ് ഡോക്ടർ ജോഷുവ മാർ ഇഗ്നാത്യൂസ്, ഇന്ത്യൻ കാത്തലിക് എഡ്യൂക്കേഷൻ ബോർഡ് പ്രസിഡന്റാണ്. അദ്ദേഹം മാവേലിക്കര ബിഷപ്പ്. ഇപ്പോൾ ഇവിടെ സന്ദർശനത്തിനെത്തി നമ്മുടെ ഈ ഡിസ്കഷനിൽ പങ്കുചേരുവാൻ അദ്ദേഹത്തിനും നമുക്കും ഭാഗ്യമുണ്ടായി. രണ്ടാമതായി നമ്മോടൊപ്പമുള്ളത് കേരള നഴ്സിംഗ് അസോസിയേഷന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന, എക്സ് ജില്ലാ സെക്രട്ടറി ആയിരുന്ന മിസ്റ്റർ കുര്യാക്കോസ് മണിക്കുറ്റിയിലാണ്. ഈ രണ്ട് വിശിഷ്ട അതിഥികളെയും നമ്മുടെ ഇന്നത്തെ ഡിസ്കഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം എക്കോ മെമ്പേഴ്സിനെയും ബാക്കി ഇന്നത്തെ ഡിസ്കഷനിൽ പങ്കെടുക്കുവാനെത്തിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒരു ഈശ്വര പ്രാർത്ഥനയോടും അതിനുശേഷം വിളക്ക് തെളിച്ച് നമ്മുടെ ഡിസ്കഷൻ ഉദ്ഘാടനം ചെയ്യുന്നതിനായും ബിഷപ്പ് മാർ ജോഷുവ ഇഗ്നാത്യൂസിനെ ക്ഷണിക്കുകയാണ്. എല്ലാവരും ദയവായി എഴുന്നേറ്റ് നിന്ന് ഒരു മിനിറ്റ് മൗന പ്രാർത്ഥന. ഇപ്പോൾ ബഹുമാനപ്പെട്ട ബിഷപ്പ് അദ്ദേഹത്തിന്റെ നാട്ടിലെ പ്രവർത്തനങ്ങളെക്കുറിച്ചും നമ്മളുടെ ഈ സംരംഭത്തെക്കുറിച്ചും ഹ്രസ്വമായി നമ്മളോട് സംസാരിച്ച ശേഷം നമ്മുടെ ഡിസ്കഷൻ തുടങ്ങുന്നതാണ്. Empowering colloquium for human empowerment എന്നുള്ള മഹത്തായ ആശയത്തോടു കൂടിയാണല്ലോ നിങ്ങളുടെ സന്നിധിയിലായിരിക്കുന്നത്. കാലഘട്ടത്തിലെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനോട് വ്യക്തമായി യുക്തിയോടുകൂടി പ്രതികരിക്കുന്ന ഒരു ന്യൂനപക്ഷമാണ് നിങ്ങളെന്നുള്ളത് വളരെയേറെ സന്തോഷമുണ്ട്. ചിന്തിക്കുന്ന ഒരു ന്യൂനപക്ഷത്തിന് മാത്രമേ സമൂഹത്തിൽ കാതലായ മാറ്റമുണ്ടാക്കുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ചിന്തിക്കുന്ന ഒരു ന്യൂനപക്ഷം കേരളത്തിൽ നിന്ന് സ്വിറ്റ്സർലൻഡിലേക്ക് കടന്നു വന്ന് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന നിങ്ങൾ മനുഷ്യ സമൂഹത്തോട് കാണിക്കുന്ന ഈ വലിയ പ്രതിബദ്ധതയ്ക്ക് കേരള സമൂഹം എന്നും കടപ്പെട്ടിരിക്കുന്നു. മനുഷ്യ സമൂഹത്തിൽ നിങ്ങൾ നിർവഹിക്കുന്ന ഈ സുദൃഢമായ സേവനങ്ങളെ പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുകയാണ്. പ്രിയപ്പെട്ട ഷാജി രാമനാൽ ഇന്നലെ വൈകിട്ട് ഞാൻ വന്നിറങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു, അതായത് ഉച്ച കഴിഞ്ഞ് എനിക്കൊരു പ്രോഗ്രാമുണ്ട്, അത് എങ്ങനെയാണ് അവോയ്ഡ് ചെയ്യണമോ ഇല്ലയോ? ഞാൻ പറഞ്ഞു നിശ്ചയമായിട്ടും നടത്തണം, അത് അവോയ്ഡ് ചെയ്യാൻ പാടില്ല. എനിക്ക് വേണ്ടി എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇതാണ്, എക്കോ ഫ്രണ്ട്ലി ആളുകളെല്ലാം കൂടെ ഒന്നിച്ചു കൂടുകയാണ്. നാട്ടിലെ പരിസ്ഥിതിയോട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഞാൻ, നാട്ടിലെ എംപവർമെന്റ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഞാൻ, നിങ്ങളിൽ നിന്നും എംപവർമെന്റ് കിട്ടാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇതിലേക്ക് കടന്നു വന്നത്. ഇതൊരു കൊളോക്യൂ ആയിട്ട് മാറുമ്പോൾ ആരും ആരുടെയും ആശയങ്ങൾ ആരുടെ മേലും അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രക്രിയയല്ല. പരസ്പരം ആശയങ്ങൾ വിനിമയം ചെയ്തുകൊണ്ട് നമ്മുടെ ചിന്തകളെ കുറെ കൂടെ വിപുലീകരിക്കുവാൻ നമുക്കത് സഹായകമാണ്.
ഏറ്റവും അധികം കാര്യം ഹ്യൂമൻ എംപവർമെന്റ് ആണ്. ഈ ഹ്യൂമൻ എന്ന വാക്കിനെ ഒന്ന് ഡിഫൈൻ ചെയ്യാൻ ഞാൻ അല്പസമയം എടുത്തുകൊള്ളട്ടെ. എച്ച് സ്റ്റാൻഡ്സ് ഫോർ ഹ്യൂമിലിറ്റി. ഒരു കാര്യം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ വളരെ വിനയത്തോടുകൂടി അതിനെ കാണേണ്ടതായിട്ടുണ്ട്. അഹങ്കാര അതീശ മനോഭാവത്തിൽ ജീവിക്കുന്ന മനുഷ്യ സമൂഹത്തിൽ ഉള്ളതെല്ലാം ദൈവത്തിന്റെ ദാനമാണെന്ന് തിരിച്ചറിയുവാൻ നമുക്കൊക്കെ കഴിയേണ്ടതായിട്ടുണ്ട്. സ്വന്തമായി ഒന്നുമില്ല, സർവ്വതും നിന്റെ ദാനം, അല്ലാതെ എന്താണ് നമുക്കുള്ളത്? ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ നാം ആരും ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഈ ലോകത്തെ വിട്ട് പോകേണ്ടവരാണ്. ഞാനിവിടെ വരുന്നതിന് അല്പം മുമ്പ് ഒരു ഫംഗ്ഷനിൽ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എനിക്ക് ടെലിഫോൺ കിട്ടി നാട്ടിൽ നിന്ന്. എന്റെ അടുത്ത ഒരു സുഹൃത്ത് ഈ ലോകത്തെ വിട്ട് കടന്നുപോയി എന്നുള്ളതാണ്. അപ്പോൾ നമ്മളാരും ഈ ലോകത്തിൽ ശാശ്വതരല്ല, ഈ ലോകത്തെ വിട്ട് കടന്നു പോകേണ്ടവരാണ്. അല്പസമയം നമുക്ക് കിട്ടിയിരിക്കുമ്പോൾ ആ സമയം വേണ്ട രീതിയിൽ വിനിയോഗിക്കുക എന്നുള്ളതാണ്. അത് വളരെ വിനയത്തോടുകൂടി മറ്റുള്ളവരെ നിങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കാണണം എന്നാണ് ബൈബിൾ പറയുന്നത്. മറ്റുള്ളവരെ ഓരോരുത്തരെ എടുത്തു നോക്കുമ്പോൾ എന്തുമാത്രം നന്മകളാണ് മറ്റുള്ളവരുള്ളത്. അത് തിരിച്ചറിയുവാൻ കഴിയുമ്പോൾ നമ്മൾ വളരെ വിനയത്തോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ നടത്തുന്ന പരിശ്രമമാണ് നമ്മളെ മനുഷ്യരാക്കി മാറ്റുന്നത്. അതിന് ഹ്യൂമിലിറ്റി ആവശ്യമാണ്. കാരണം നിലത്തെ നീരോടും അവിടെ ദൈവം തുണ ചെയ്യൂ എന്ന് പറയുന്നത് പോലെ വളരെ വിനയത്തോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ നമ്മൾ പരിശ്രമിക്കുക. യു സ്റ്റാൻഡ്സ് ഫോർ അണ്ടർസ്റ്റാൻഡിങ്. സ്റ്റാൻഡിങ് അണ്ടർസ്റ്റാൻഡിങ് പീപ്പിൾ വിൽ നോട്ട് സഫർ എന്നാണ് പറയുന്നത്. ശരിക്കും താഴെ നിന്നുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ക്രൈസ്തവരായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കുരിശിന്റെ താഴെ നിൽക്കുമ്പോഴാണ് യഥാർത്ഥമായ മനസ്സിലാക്കൽ നമുക്ക് കഴിയുന്നത്. വെള്ളിയാഴ്ചയിലേക്ക് പ്രവേശിക്കുന്ന ഈ അവസരത്തില് കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്ന അമ്മയും സ്നേഹത്തിന്റെ ശിഷ്യനും മനസ്സിലാക്കിയതുപോലെ ആരും മനസ്സിലാക്കത്തില്ല. അതുപോലെ യാഥാർത്ഥ്യങ്ങളെ ഉയർന്നു നിന്നുകൊണ്ട് ചിന്തിക്കുവാൻ, കാണുവാൻ, മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയണം. ട്രാൻസാക്ഷണൽ അനാലിസിസില് ഒരു വ്യക്തി എങ്ങനെയാണ് മറ്റൊരു വ്യക്തിയെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് ഇങ്ങനെ പറയുന്നുണ്ട്. ഐ ആം ഓക്കെ ബട്ട് യു ആർ നോട്ട് ഓക്കെ. നമുക്കൊക്കെ ഇവിടെ ഒരു ചിന്താഗതി, എനിക്കൊരു കുഴപ്പമില്ല, കുഴപ്പമൊക്കെ നിങ്ങൾക്കാണെന്ന് ഞാൻ ചിന്തിക്കുകയാണെങ്കിൽ എന്തോ കുഴപ്പം എനിക്കുണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കും. അപ്പോൾ കുറ്റമെല്ലാം മറ്റുള്ളവരിലാണ്, എനിക്കൊരു കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ വളരെയധികം നമ്മുടെ കൂട്ടത്തിലുണ്ട്. അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. രണ്ടാമത്തെ ഒരു വിഭാഗം ആളുകളുണ്ട്, ഐ ആം നോട്ട് ഓക്കെ ബട്ട് യു ആർ ഓക്കെ. നിങ്ങളൊക്കെ വലിയ ആളുകളാണ്, ഞാനിങ്ങനെ ആയിപ്പോയി, എത്രയോ നാളെ ഞാൻ സ്വിറ്റ്സർലൻഡിൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? എനിക്കുണ്ടോ, നാട്ടുകാർക്കുണ്ടോ, ആർക്കെങ്കിലും വീട്ടുകാർക്കുണ്ടോ? ഒന്നുമില്ല, ഞാനിങ്ങനെ ആയിപ്പോയി, നിങ്ങളൊക്കെ വലിയ ആളുകളാണ്. അപകർഷതാബോധം, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. Despair is the root cause for all evil. എല്ലാ തിന്മയുടെയും അടിസ്ഥാനം നിരാശയാണ്. മനുഷ്യനെ നിരാശയിലേക്ക് തള്ളിവിട്ടുകൊണ്ട് മദ്യപാനത്തിന്, മയക്കുമരുന്ന് അടിമയാക്കി മാറ്റിക്കൊണ്ട് കടമകൾ നിറവേറ്റുവാനാകാത്ത ഒരവസ്ഥയിലേക്ക് നീക്കുന്ന ഒരു പ്രക്രിയ നടക്കുന്നുണ്ട്. മൂന്നാമത്തെ ഒരു ഗ്രൂപ്പ് ആളുകളുണ്ട്, ഐ ആം നോട്ട് ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. നീ എന്നെ ഒന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് നിന്നെ അറിയാം, നീ വന്ന കാലം തൊട്ടേ അറിയാം, എത്ര വർഷമായിട്ട് ഞാൻ നിന്നെ മനസ്സിലാക്കുന്നു, നീ എന്നെ ഒന്നും പഠിപ്പിക്കേണ്ട, ഞാൻ നിന്നെ ഒന്നും പഠിപ്പിക്കാൻ പോകുന്നില്ല, അപ്പനാണ് നീ നിന്റെ കാര്യം നോക്കിക്കോ, ഞാൻ എന്റെ കാര്യം നോക്കിക്കോ. ഇങ്ങനെയുള്ള ഒരു ചിന്താഗതിയിലുള്ള ആളുകൾ. അത് സ്വയം അംഗീകരിക്കുന്നില്ല, മറ്റുള്ളവരെ അംഗീകരിക്കുന്നില്ല. നാലാമത്തെ ഒരു വിഭാഗം ആളുകളുണ്ട്, നിങ്ങളെപ്പോലെയുള്ള എക്കോ ഫ്രണ്ട്ലി ആളുകൾ. യു ആർ ഓൾ റൈറ്റ്, ഐ എം ഓൾ റൈറ്റ്, ബട്ട് വി കം ടുഗദർ ഫോർ എ നോബൽ കോസ്. അതാണ് യഥാർത്ഥ ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത്. സോ മൂന്നാമത്തെ വാക്ക് എം. എം സ്റ്റാൻഡ്സ് ഫോർ മച്യൂരിറ്റി. MA വരെ പഠിച്ചിട്ടും അമ്മയെ തല്ലുന്നവനാണെന്ന് പറഞ്ഞാൽ അത് എന്തോ പഠിച്ചു, എന്തോ മച്യൂരിറ്റിയാണ്. എത്ര വർഷമായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കും. എന്നാൽ 12 കാലം നായയുടെ വാല് ഈറക്കുഴലിട്ടാൽ എടുത്ത പിന്നെ വളഞ്ഞിരിക്കുമെന്ന് പറഞ്ഞതുപോലെ ഉള്ള ഒരു ചില പ്രത്യേകതകളിലൂടെ, പഴക്ക വഴക്കങ്ങളിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം മച്യൂരിറ്റിയിലേക്ക് നമ്മൾ ഇനി വന്നിട്ടില്ല എന്നതാണ്. അപ്പോൾ ആ മച്യൂരിറ്റി ഇറ്റ്സ് എ ഓൺ ഗോയിങ് പ്രോസസ്. അതാണ് ഈ എംപവർമെന്റ്. ഓൺ ഗോയിങ് പ്രോസസ്സിലൂടെ മച്യൂരിറ്റിയിലേക്ക് വരികയാണ്. ഇനിയും എ സ്റ്റാൻഡ്സ് ഫോർ എബിലിറ്റി. ഞാൻ ഷാജിയോട് ചോദിച്ചു, വരുന്ന ആളുകളൊക്കെ എവിടെ നിന്നുള്ളവർ എന്തൊക്കെയാണ്?
വളരെ ഏബിളാണ്, വളരെ ഓരോരുത്തരും അവരവരുടെ ഫീൽഡിലെ വലിയ ജീൻസ്, വലിയ ജെംസ് ആണെന്ന്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തർക്കും കഴിവുള്ളവരാണ്. എന്തെങ്കിലും കഴിവില്ലാതെ ഈശ്വരൻ ആരെയും സൃഷ്ടിച്ചിട്ടില്ല. നന്മ സ്വരൂപിയായ ഈശ്വരന് നന്മ പകർന്നു കൊടുത്തതാണ് ഈ പ്രപഞ്ചവും പ്രപഞ്ചത്തിന്റെ കീഴമായ മനുഷ്യനും. ആ കാരണത്താൽ ഓരോ മനുഷ്യരിലുമുള്ള നന്മ എന്താണ്, എബിലിറ്റി എന്താണെന്ന് കണ്ടെത്തി അതിനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ സമൂഹത്തിൽ നന്മ വർദ്ധിക്കും. ആ വ്യക്തിയിലുള്ള തിന്മ താനേ അതുവഴി കുറയും. അങ്ങനെ നമ്മിലുള്ള തിന്മകൾ കുറയ്ക്കുവാനും നന്മകൾ വർദ്ധിപ്പിക്കുവാനും നമ്മുടെ എബിലിറ്റിയെ കുറിച്ചുള്ള ബോധ്യത്തിൽ വരുവാനും ഇങ്ങനെയുള്ള കൊളോക്കി നമുക്കുള്ള സഹായം. എൻ സ്റ്റാൻഡ്സ് ഫോർ നൊബിലിറ്റി. നമ്മളൊരു നോബിൾ ഗ്രൂപ്പാണ്. സമൂഹത്തിലെ മുഖ്യധാരയിൽ നിന്ന് പ്രവർത്തിക്കുവാൻ ഈശ്വരനാൽ നിയോഗിക്കപ്പെട്ട വ്യക്തികൾ എന്നുള്ള നിലയിൽ, ദൈവത്തിന്റെ മകൻ എന്നുള്ള നിലയിൽ, സമൂഹത്തിലെ അംഗം എന്നുള്ള നിലയിൽ, കുടുംബത്തിലെ അംഗം എന്നുള്ള നിലയിൽ, മനുഷ്യ സമൂഹത്തിൽ തനതായ സംഭാവന നൽകുവാൻ ഈശ്വരനാൽ നിയോഗിക്കപ്പെട്ട വ്യക്തി എന്നുള്ള നിലയിൽ അതൊരു നോബിൾ രീതിയിൽ നടത്തുവാൻ നമ്മളൊക്കെ ബാധ്യസ്ഥരാണ്. അപ്പോൾ അതാണ് ഈ ഹ്യൂമൻ എന്ന് പറയുന്നത്. അപ്പോ എക്കോ എന്ന് പറയുന്നതിന്റെ എംപവർമെന്റ് ഓഫ് ഹ്യൂമൻ പവർ ത്രൂ കൊളോക്കിയം, അത് മനുഷ്യത്വത്തിലേക്കുള്ള ഒരു വളർച്ച. വളരെയേറെ സന്തോഷമുണ്ട് നിങ്ങളുടെ ഈ ഗ്യാതറിംഗിൽ ഒന്ന് സംബന്ധിക്കുവാനിടയായതിൽ. ഇന്നത്തെ ചർച്ച ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ നഴ്സിംഗ് പ്രോബ്ലത്തെ കുറിച്ചൊക്കെയാണ്. ശരിയാണ്? അതെ. ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇന്ന് ആരോഗ്യരംഗത്ത് ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണെന്നാണ് ബൈബിളിൽ യേശു പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നു, I have come that they may have life and life in full measure. നമ്മുടെ ജീവൻ അതിന്റെ പൂർണ്ണതയിൽ നിലനിർത്തുവാൻ നമ്മളൊക്കെ ബാധ്യസ്ഥരാണ്. അതിന് നമ്മെ സഹായിക്കുന്ന മെഡിക്കൽ വിഭാഗത്തിലേക്ക് നോക്കുമ്പോൾ ഡോക്ടേഴ്സ് 5 കൊല്ലം പഠിക്കുന്നു, അവരുടെ ഔസർജൻസിയൊക്കെ നടത്തുന്നു, പ്രവർത്തിക്കാനായിട്ട് ഫീൽഡിലേക്ക് ഇറങ്ങുന്നു. ഗ്രാജുവേഷൻ കൊണ്ട് വലിയ ഫലമില്ല, പോസ്റ്റ് ഗ്രാജുവേഷൻ സ്പെഷ്യലൈസേഷൻ ഒക്കെ നടത്തി അവർ രംഗത്തേക്ക് വരുന്നു. നേഴ്സുമാര് ജനറൽ നേഴ്സിംഗ്, അത് കഴിഞ്ഞ് പ്രാക്ടിക്കൽ, അല്ലെങ്കിൽ BSc നഴ്സിംഗ് പ്രാക്ടിക്കൽ, അല്ലെങ്കിൽ MSc നഴ്സിംഗ് പ്രാക്ടിക്കൽ ഒക്കെ കഴിഞ്ഞവരും വരുന്നു. ഈ 2 കൂട്ടരും ഏതാണ്ട് ഒരേ സമയമെടുത്ത് പഠിക്കുന്നവരാണ്. പ്രവർത്തിക്കുവാനായിട്ട് ഇറങ്ങി വരുമ്പോൾ ഡോക്ടർമാർക്ക് ഒരു ഉയർന്ന നിലവാരവും ഒരു ആളുകളുടെ ഇടയിൽ ഒരു സ്റ്റാറ്റസും, ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന നേഴ്സുമാർക്ക് ഒരു അവഗണനയും നമ്മുടെ നാട്ടിൽ ഇന്ന് കണ്ടുവരികയാണ്. ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഒരു ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ടൈറ്റിൽ കൊടുക്കുകയാണ്. ആ ഡോക്ടറിന് ഹ്യൂമൻ ക്വാളിറ്റി ഉണ്ടോ, നേഴ്സിന് ഹ്യൂമൻ ക്വാളിറ്റി ഉണ്ടോ എന്ന് നോക്കുമ്പോൾ ഡോക്ടറെക്കാളും കൂടുതൽ ഹ്യൂമനായിട്ട് പെരുമാറുന്നത് നേഴ്സുമാരാണ്. ഒരു ഡോക്ടർ വന്ന് രോഗിയൊക്കെ നോക്കുന്നു, പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുന്നു, അദ്ദേഹം പോകുന്നു. 8 hours കൂടുതൽ ഈ രോഗിയെ ശുശ്രൂഷിക്കുന്നത് ഈ നേഴ്സുമാരാണ്. അപ്പോൾ അവർക്കുള്ള ഒരു പരിഗണന എന്ന് പറയുന്നത്, ഒരു ഡോക്ടറിന് 1 ലക്ഷം രൂപ കിട്ടുമ്പോൾ ഒരു നേഴ്സിന് 5000 രൂപ 7000 രൂപ എന്നൊക്കെ പറയുമ്പോൾ അവരൊരു വീട്ടിൽ നിന്ന് വരുന്നതല്ലേ, അവർക്ക് ജീവിക്കണ്ടേ, അവരുടെ കുടുംബം പോറ്റണ്ടേ. ഈ ഡോക്ടർ തിരിച്ചു വീട്ടിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് വേറെ സെർവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. ഈ നേഴ്സ് വീട്ടിൽ തിരിച്ചു ചെല്ലുമ്പോൾ അവർ തന്നെയായിരിക്കണം വീട്ടിലെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ എങ്ങനെ അവരെ നമ്മുടെ അംഗങ്ങളായി സഹോദരങ്ങളായി കണ്ടുകൊണ്ട് ഒരു മാനുഷികമായ നിലയിൽ ജീവിക്കുവാനുള്ള സംവിധാനങ്ങളോടുകൂടി വിത്ത് ഡ്യൂ റെസ്പെക്ട് ആൻഡ് ഡിഗ്നിറ്റി ഹൗ ടു ട്രീറ്റ്, ഇതായിരിക്കണം നമ്മുടെ ചർച്ച. അങ്ങനെ ഡോക്ടേഴ്സ് മനുഷ്യരാണ്, നേഴ്സുമാരും മനുഷ്യരാണ്. സേവനത്തിന്റെ അടിസ്ഥാനത്തിൽ അവരായി കാണുവാൻ, അംഗീകരിക്കുവാൻ, പ്രോത്സാഹിപ്പിക്കുവാൻ നമുക്ക് കഴിയണം. അതിന് ഉപയുക്തമാകട്ടെ ഇന്നത്തെ ചർച്ചയിൽ ആശംസിച്ചുകൊണ്ട്